എന്റെ ചെറുക്കനെ നീ മയക്കിയെടുത്തത്. നിങ്ങളിത് വല്ലതും കേട്ടിട്ടുണ്ടോ? എന്നെ കെട്ടിയിട്ട് 1 മാസമായി. ഇതുപോലെ സമാധാനം തരാത്ത ഒരു തള്ളയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ സമാധാനം കിട്ടാതെ 2 ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്ന് അവിടെ ഈ തള്ള ഫോൺ ചെയ്ത് എന്റെ സമാധാനം കളഞ്ഞ്. അതാണ് വർക്ക് ഫ്രം ഹോം. എന്നിട്ട് കല്യാണം കഴിഞ്ഞോ? ഓ ഇല്ല, ചൊവ്വാദോഷം. അയ്യോ, ഇവിടെ പണിക്ക് നിൽക്കുക. ചൊവ്വാദോഷം ഉള്ളവരെ ഇവിടെ പണിക്കെടുക്കത്തോളൂ. അതല്ലെന്ന്, ഇവിടെ ജോലിക്ക് നിൽക്കുവാന്ന്. ആണോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ ഈ സോളാർ കൂടെ സെറ്റ് ചെയ്യാൻ വന്നായിരുന്നില്ല, എന്നിട്ട് കണ്ടില്ലല്ലേ? ഇന്നലെ എനിക്ക് തുണിയില്ലായിരുന്നു. അല്ല, ഇവിടെ വിരിക്കാനേ തുണിയില്ലായിരുന്നു. നാളെ തുണി ഇല്ലേലും ഞാൻ കേറി വരുവേ. അയ്യേ, ഇതുപോലെ വിരിക്കാൻ തുണി ഇല്ലേലും ഞാൻ കേറി വരും. വായിലിരിക്കാൻ എന്റെ പേര് ജൂലി എന്നല്ലേ, അല്ലാതെ ജിലേബി നല്ലല്ലോ. തമാശയൊക്കെ പറഞ്ഞു. ജൂലി, നിന്റെ മുഖത്ത് നോക്കി എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. അതിന് ചേട്ടാ ഇപ്പഴും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ലല്ലോ. തമാശ. അവളുടെ ഒരു തമാശ. അതല്ല, എനിക്ക് ജൂലിയുടെ അടുത്ത് എന്ത് പറയണം എന്ന് എനിക്ക് അറിയാൻ പറഞ്ഞതുകൊണ്ടാണ്. ചേട്ടൻ എന്താ ഇൻഡു അടിച്ചിരിക്കുന്നത്? ടെൻഷൻ വന്ന് ഇൻഡു അടിക്കും, പ്ലസ് അടിക്കും, അപ്പൊ സങ്കടം വന്നാലോ മൈനസ് അടിക്കും. ഈ മൂലത്തിന് അത്തം പറ്റുമോ? ഇല്ല മാന, അത് പറ്റുമല്ല. കാരണം എന്നാ അതിങ്ങനല്ലേ ഇരിക്കുന്ന, അവിടെ വെച്ച് കഴിഞ്ഞാൽ താഴെ പോകും. നക്ഷത്രത്തിന്റെ കാര്യം നക്ഷത്രം വീടല്ലോ. എല്ലായിടത്തും കൊണ്ടു കയറിയ പിന്നെ അതിന്റെ പറയാൻ പോകേണ്ട വരത്തില്ലേ? എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു. ചെതുമ്പല് മണക്കുമല്ലേ മീന, ഞാൻ പ്രേമിക്കുന്ന പെണ്ണ. പ്രേമൊക്കെ ഉണ്ടോ? മീന. നല്ല നല്ല. പപ്പയും മീനയും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അത് തിന്നേച്ച് നമുക്ക് ബാക്കി കാര്യം നടക്കാം. കപ്പയും മീനും കൊണ്ടിരുന്നോണ്ടോ? കപ്പയും മീനും അല്ല, പപ്പയും മീനും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ, അച്ഛൻ. ഓ, മനസ്സിലായില്ലേ? ആ ഉണ്ടോ അവിടെ ഫോട്ടോ? ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ അമ്മാമ, ഒന്ന് നോക്കട്ടെ അമ്മാമ. ഉമ്മയുടെ അനുഗ്രഹം വേണം. തുണിയും പണിയൊന്നും ഇല്ലടാ. അയ്യോ, മാറിപ്പോയി. ഇത് കൊള്ളാം, നല്ല പെങ്കൊച്ച, നല്ല പെങ്കൊച്ച കേട്ടോ. നല്ല നല്ല പെണ്ണ, നല്ല പെണ്ണ. അമേരിക്ക പോയിട്ട് 18 വർഷം തികഞ്ഞിരിക്കുന്നു. ഇപ്പഴും തൊഴിലുറപ്പിന് തന്നെ പോണതല്ലേ? അമേരിക്കയിലൊക്കെ വരാത്ത എന്ത്? അവിടെ എനിക്ക് തൊഴിലുറപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മളവിടെ വേറെയാണ് പറഞ്ഞത്. നല്ല വർക്കാണ്. മത്സരില്ല നമ്മുടെ നാട്ടില്. സാത്താനെ ദൂരെ പോ. ഇത് മനുഷ്യനാ ആയിരുന്നോ? ഓ, എന്തോ ഒരു പോലെ. ഇതാണ് പ്രോപ്പർ. ഇതാണ് ഞങ്ങൾ മേടിക്കാൻ വന്നല്ലേ. അച്ഛോ, ഈശോ മിശിഹായ്ക്ക് ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ. അതെ, എന്നും ഇങ്ങനെ വിളിച്ചാ മതിയാ? ഒന്ന് കാണണ്ടേ? പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ, എന്നെ കണ്ടിട്ടുണ്ടോന്ന് ചോദ്യം. അമ്മയെ കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മയുടെ നായര് നിന്നെ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കായി. സോറി, തെറ്റിപ്പോയി. എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷേ തന്റെ ശബ്ദം കേൾക്കാൻ ഭയങ്കര രസം. അടിപൊളി ശബ്ദമാണ്. പിന്നെ എന്തോന്ന് ഡ്രസ് ഇട്ടേക്കണത്? ചുരിദാറാണ്. ചുരിദാർ കാണാൻ സൂപ്പർ ആയിരിക്കും. കട്ടിയല്ലേ? പിന്നെ ഉമ്മ 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 ചെയ്തില്ല. പന്നപ്പട്ടി എന്തൊരു ഉമ്മ തന്നിരിക്കണേ. പങ്കജം, ഇന്നത്തെ രാവിലത്തെ ഫുഡിന്റെ മെനു എന്താണ്? എന്താണാവോ വേണ്ടത്? അത് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. അല്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് കഴിക്കാനുള്ളത്? മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും. ആക്കിയതാണോ? അല്ല, പുഴുങ്ങിയതാ. എന്താ നിങ്ങൾ എന്നോട് എപ്പോഴും ഇങ്ങനെ വഴക്കിടുന്നത്? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ വഴക്കും ബഹളവും മാത്രമല്ലേ ഉള്ളൂ. എന്നോട് ഇന്ന് വരെ സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ടോ? നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ല. സ്നേഹത്തോടെ ഞാൻ ഇതുവരെ പെരുമാറിയിട്ടില്ല. മനസ്സ് നിറച്ച സ്നേഹമാടി എനിക്ക്. അത് എനിക്കും കൂടെ തോന്നണ്ടേ? തെളിയിക്കണോ? കൈ കൊണ്ടുവാ. കയ്യോ? എന്തിനാ? നീ കൊണ്ടുവാ. അയ്യോ, ചക്കരമ്മ, പഞ്ചാരമ്മ. എന്താ കപ്പലണ്ടി തിന്നതാണോ അതോ ഉമ്മ തന്നോ? നീ അല്ലേ പറഞ്ഞ റൊമാൻസ് വേണമെന്ന്? അല്ല, എനിക്ക് കപ്പലണ്ടി കഴിക്കുന്നതായിട്ടാ തോന്നിയത്. എനിക്കിപ്പോ റൊമാൻസ് വേണം, അതല്ലേ ഉള്ളൂ. കാബുളി ബാല സോങ് താടാ. ഇതാരോടാ ഈ പറയുന്നത്? ഗൂഗിളിനോട്. പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം പോലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ.